ചാപ്റ്റർ 1 ഫിസിക്സിൻ്റെയാണ്. അതായത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് എന്താണ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതിൽ ഒന്ന് ലൈറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. It is a form of energy which produces the sensation which produces the sensation of sight of view. It is a form of energy which produces the sensation of sight of view. അതായത് ലൈറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ലൈറ്റ് എന്താ? ശരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ നല്ല രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടി ഉള്ള ഒരു ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റില്ല, ഇപ്പം നിങ്ങൾ എത്ര വില കൂടിയ ഡ്രസ്സ് മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇരുട്ടത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇരുട്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര വില കൂടിയ ഡ്രസ്സാണെങ്കിലും, എത്ര വില കൂടിയ ഷൂ ആണെങ്കിലും, എത്ര വില കൂടിയ വാച്ച് ആണെങ്കിലും ഡാർക്കായിട്ടേ കാണത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ലൈറ്റ്, ഇപ്പം എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിന് മണ്ടയ്ക്ക് ഒരു എന്താണ് 14 വാട്ട്സിൻ്റെ LED ട്യൂബുണ്ട്. ആ LED ട്യൂബിൽ നിന്ന് വരുന്ന വെട്ടം എൻ്റെ മുഖത്ത് വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരെ സാധാരണ നമ്മളെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ കറണ്ട് പോകുന്ന സമയത്ത് ഈ സ്ക്രീനിൻ്റെ വെട്ടം കൊണ്ട് മാത്രം എൻ്റെ ഈ ഫേസിൻ്റെ ഈ ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈറ്റ് ആണ് ഒരു വ്യൂ എന്ന് പറയുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ സെൻസേഷൻ കൊണ്ടുവരുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ലൈറ്റിന് ശരിക്കും പറഞ്ഞാൽ 5 സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവങ്ങൾ പോലെ. അതായത് നമ്മൾ ചിലപ്പം ചിലർ പെട്ടെന്ന് ചിരിക്കും, അല്ലെങ്കിൽ ചിലർ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ ചിലർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ചിലർക്ക് കോൺഫിഡൻസ് കുറവാണ്, ചിലർ എന്താണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളത് ഇൻബിൽഡ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഇൻബോൺ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ അക്വേർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് എന്താണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ലൈറ്റിനും 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ശരിക്കും. അതിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. +2 വരുമ്പോൾ ബാക്കി 3 കൂടെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളതിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ എന്ന് ഹെഡിങ് എഴുതുക. റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വെൻ ഒരു ഡോട്ട് ഇട്ട് എഴുതണം. വെൻ എ റേ ഓഫ് ലൈറ്റ് when a ray of light incident on a smooth polished surface, the light ray bounce back. This phenomenon is known as reflection. ഇവിടെ the incident ray that land on smooth surface is reflected off the surface. അടുത്ത ഡോട്ട് ഇട്ട് എഴുതാം. the ray which is incident on the surface is called incident
and the ray that bounce back is called reflected ray. അടുത്തത് സ്മൂത്ത് സർഫസ്. ഹെഡിങ് എഴുതുക. സ്മൂത്ത് സർഫസ് അതായത് നമ്മൾ റിഫ്ലക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ലൈറ്റിൻ്റെ റേ ഒരു സ്മൂത്ത് സർഫസ് വീണ് കഴിഞ്ഞാൽ ആ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നറിയാമോ, ബൗൺസ് ബാക്ക് ചെയ്ത് സെയിം മീഡിയത്തിലേക്ക് തന്നെ പോകും. ഈ ഫിനോമിനോണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലൈറ്റ് റേ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ടോർച്ച് ലൈറ്റ് എടുക്കുന്നു, ഒരു കണ്ണാടിക്കകത്ത് അടിക്കുന്നു. ആ കണ്ണാടിക്കകത്ത് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴെ, നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിൽ അലമാരി ഉണ്ടല്ലോ, ഒരു ടോർച്ച് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ആ അലമാരക്കകത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ ചരിച്ചടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഭിത്തിയുടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഈ ടോർച്ചിൻ്റെ വെട്ടം അവിടെ അടിക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താ ചോദിച്ചാൽ ഇതിങ്ങനെ തട്ടിയിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് റേ ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ആ വന്ന് വീഴുന്ന ആ റേനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്നും അവിടുന്ന് പോകുന്ന റേനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നുമായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ സ്മൂത്ത് സർഫസിൽ മാത്രമേ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ എന്ന്. സ്മൂത്ത് സർഫസിലാണ് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത്, മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നല്ലതായിട്ട് റിഫ്ലക്ഷൻ നടക്കത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സ്മൂത്ത് സർഫസിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 സർഫസാണ്. ഒന്ന് പ്ലെയിൻ മിററും ഒന്ന് സ്പെരിക്കൽ മിററുമാണ്. ഒന്ന് പ്ലെയിൻ മിറർ ആൻഡ് സ്പെരിക്കൽ മിറർ. ഇനിയും ഈ പ്ലെയിൻ മിററിലെയും സ്പെരിക്കൽ മിററിലെയും റിഫ്ലക്ഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഈ റിഫ്ലക്ഷൻ നടക്കുന്നത് ഒരു നിയമം പാലിച്ചാണ്. അതിനെ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും പറയുന്നുണ്ടാകുക. അതിനെ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പം അതിൽ ഒന്നാമത്തെ ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ ഓഫ് incidence angle of incidence is equal to angle of reflection എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ പടം വരച്ച് കാണിച്ചു തരാൻ തൽക്കാലം ഇത് എഴുതുക. വന്നു വീഴുന്ന ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ലോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസിഡന്റ് റേ the normal and the reflected ray all lie in the same plane of point of incidence. ഇത്ര എഴുതിയെടുത്തോ. എഴുതിയോ കുഞ്ഞുങ്ങളെ? എഴുതി. ഓക്കെ, എലിജ എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എ പ്ലെയിൻ മിറർ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്.
അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലെയിൻ മിററിനെ നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ നോക്കിയോ, ഇതാണ് നമ്മുടെ പ്ലെയിൻ മിറർ എങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മുടി നാര് പോലെ ചെറിയ ഒരു എന്താണ് ആ ഒരു 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 ഡ്രോയിങ് നമ്മൾ വരച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ലൈറ്റ് ഒബ്ലീക്ക് ആയിട്ട് വീണാൽ മാത്രമേ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ഈ ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ തൊട്ടടുത്ത പേപ്പറിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? ടീച്ചറൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ ചരിഞ്ഞ് കണ്ണ് മാത്രം അങ്ങോട്ട് നോക്കും, ഇങ്ങനെ ചരിഞ്ഞ് ഈ ആംഗിളിൽ അല്ലേ? അങ്ങനെയാണല്ലോ ലൈറ്റ് വന്ന് വീഴുന്നത്. അപ്പം ഈ വന്ന് വീഴുന്ന ഈ ലൈറ്റിനെ നമ്മൾ ലൈറ്റ് റേനെ നമ്മൾ എന്തെന്ന് പറയും? ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഇൻസിഡൻറ്റ് റേ എന്ന് പറയും ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഓക്കെ, ഇതിനെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഈ വന്നു വീഴുന്ന ഈ പോയിന്റിനെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിനും അതായത് എന്താണ് ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന പോയിന്റിൽ നിന്ന് ആ ഏത് സർഫസിലാണോ വന്ന് വീഴുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നാണ് എന്ത് വരയ്ക്കുന്നത്? നോർമൽ വരയ്ക്കുന്നത്. എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്. സർഫസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ. ഇപ്പോൾ സർഫസ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് നോർമൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് വരയ്ക്കുമ്പോൾ വേണ്ട ഇങ്ങനെ ഇരിക്കും. ഇമാജിനറി ആയതുകൊണ്ടാണ് ഡോട്ടർ ഇട്ട് വരയ്ക്കുന്നത്. അപ്പം ഇവിടെ ഈ ഇൻസിഡൻറ്റ് റേയുടെയും ഈ നോർമലിൻ്റെയും ഇടയിൽ അതേണ്ട ഇങ്ങനെ ഒരു ആംഗിൾ ഫോം ചെയ്യല്ലോ, ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഇതെന്ത് ചെയ്യും? ഈ ലൈറ്റ് തന്നെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തന്നെ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് റിഫ്ലക്റ്റഡ് റേ എന്നാണ്. റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത്. ഈ റിഫ്ലക്റ്റഡ് റേയുടെയും ഈ നോർമലിൻ്റെയും ഇടയ്ക്ക് ഫോം ചെയ്യുന്നത് ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും. അതായത് ഇത് 30 ഡിഗ്രിയിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഇതും 30 ഡിഗ്രി തന്നെ പോകും. ഇത് 50 ഡിഗ്രിയിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഇതും 50 ഡിഗ്രി. ഇത് 60 ആണെങ്കിൽ ഇതും 60. ഇങ്ങനെ. ഓക്കെ ആണല്ലോ. പിന്നെ രണ്ടാമത്തെ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ എല്ലാ റേസും ഒരു പ്ലെയിനിലായിരിക്കും. ഒരു പ്ലെയിനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഒരു ക്യൂബ് വരച്ച് കാണിക്കാം. നോക്കിയോ, നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ക്യൂബ് വരച്ച് കാണിക്കാം. നോക്കിയോളൂ. ഓക്കെ, അതായത് ഇവിടെ ഒരു ഇതാണ് മിറർ എന്ന് വിചാരിച്ചു. ഇതാണ് മിറർ എന്ന് വിചാരിച്ചു. അതേണ്ട ഈ റെഡ് കൊണ്ട് വരയ്ക്കുന്ന ഇതാണ് മിറർ എന്ന് വിചാരിച്ചു. അപ്പം ലൈറ്റ് റേ അതേണ്ട ഇവിടെ നിന്ന് അതേണ്ട ഇങ്ങനെ വരുവാണെങ്കിൽ ഇതായിരിക്കും നോർമൽ, ഇതായിരിക്കും റിഫ്ലക്റ്റഡ് റേ. കണ്ടോ, ഇതെല്ലാം അതേണ്ട ഈ ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതാണ് മിററെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ ഇതാണ് മിററായിട്ട് വരയ്ക്കുന്നതെങ്കിൽ ലൈറ്റ് റേ അതേണ്ട ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ അതേണ്ട ഇവിടെ വന്ന് വീണിട്ട് ഇതായിരിക്കും നോർമൽ, ഇതായിരിക്കും നോർമൽ, എന്താണ് ഇതായിരിക്കും റിഫ്ലക്റ്റഡ് റേ. കണ്ടോ, ഇങ്ങനെ പോകും. അതായത് ഈ പ്ലെയിനിൽ തന്നെ നിൽക്കും. ഇനി നിങ്ങൾ ഇതാണ് മിററായിട്ട് എടുക്കുന്നതെങ്കിൽ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഇതാണ് മിററായിട്ട് എടുക്കുന്നതെങ്കിൽ ലൈറ്റ് റേ എന്ത് ചെയ്യും? ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ നോർമൽ, ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടോ ഇതുപോലെ വരും. കണ്ടോ, അപ്പം ഓരോ പ്ലെയിൻ അത് പ്ലെയിനിലാണ് എന്ത് ഓരോ എല്ലാ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എല്ലാം എന്തായിരിക്കും? ഒരേ പ്ലെയിനിലായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ. ഇതാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ. എലിജ ഓക്കെ ആണോ? ഓക്കെ, എലിജ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. സാറേ മറ്റേ നമ്മളില്ല. ഇല്ല, ക്ലിയറാ സാർ, ക്ലിയറാ. ക്ലിയറാ? ചോദിക്കുന്നെങ്കിൽ ചോദിച്ചോ, ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. സാർ നമ്മളില്ലേ ഈ താഴെ ഒരു ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റഡ് റേ മറ്റേ അതിന്റെ നടുക്ക് ചെറിയൊരു ലൈൻ വരച്ചില്ലേ, ഡോട്ട് ഡോട്ട്? അതാണ് നോർമൽ. അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. നോർമൽ. അതിന്റെ താഴെ എന്തോ മിറർ ഒരു പ്ലെയിൻ ലൈൻ വരച്ചത് ഏതാ? മറ്റേ ഇത് ഒരു ഇൻസിഡന്റ് റേ. സാറേ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കണ്ടോ? അതിന്റെ തൊട്ട് മേളിൽ ഒരു ലൈൻ വരച്ചില്ലേ, ഒരു പ്ലെയിൻ ലൈന്. അതായത് വയലറ്റ് കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താണോ? അല്ല, അതിന്റെ തൊട്ട് താഴെ അത് മറ്റേ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഇല്ലേ? ഞാൻ
ഞാൻ വരച്ച് കാണിക്കാം, റെഡ് കൊണ്ട് വരയ്ക്കാം. ഈ ലൈനാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. അത് മിററാ. ഓ ആ മിററിലോട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. ആ മിററിലാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തത്. ആ ഓക്കെ. ഇപ്പൊ ഇതൊരു മിറർ ആണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? ചോദിച്ചോ. സാറേ ക്ലിയറാ സാർ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ മിററിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേ എന്തായാലും ഒരു ഇമേജ് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പൗഡർ ഇടുന്നു, മുടി ചെയ്യുന്നു, ഇതെല്ലാം കണ്ണാടിക്കകത്ത് നോക്കിയാണ് ചെയ്യുന്നത്. ഈ കണ്ണാടിക്കകത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജിനുണ്ടാകുന്ന സ്പെഷ്യാലിറ്റി, അതിന് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഏത് റേ ഡയഗ്രാം പഠിക്കുവാണെങ്കിലും നമ്മൾ ആ റേ ഡയഗ്രാമിൽ നിന്ന് ഉണ്ടാകുന്ന ഇമേജിൻ്റെ നേച്ചറിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പം നേച്ചർ ബേസിക്കലി ഒരു ചിലപ്പം വെർച്വൽ ആകാം, അല്ലെങ്കിൽ റിയൽ ആകാം, ഇറക്റ്റ് ആവാം, ഇൻവേർട്ടഡ് ആവാം, സ്മോൾ ആകാം, ലാർജ് ആകാം, സെയിം ആകാം. അങ്ങനെയുള്ള കുറച്ച് നേച്ചറാണ്. അപ്പോൾ അതിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ആ പടം വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്: റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. ഹെഡിങ് എഴുതുക: റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. എന്നാ നീനാണോ ഹോസ്റ്റലാണോ? 2 മാസമായി. കുഴപ്പമില്ല. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? മനസ്സിലാകും. നീ വന്നോ? ഇടയ്ക്ക് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് ഇവിടെ സെൻറ്റർ അവധിയായിരുന്നു. നീ അവധിക്ക് വന്ന സമയത്ത് ഇവിടെ സെൻറ്റർ അവധി ആയതുകൊണ്ട്. നീനാണ് പേരെന്തോ മോൻ്റെ? എത്രയാണ് പഠിക്കുന്നത്? സിറ്റാഡിലാണോ? ശരി, ഓക്കെ, ബൈ. പഠിക്കണം കേട്ടോ നല്ലതായിട്ട്. ഓക്കെ, നോക്കിയോ. റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. എന്നിട്ട് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു റേ ഡയഗ്രാം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു മിറർ നിങ്ങൾ വെച്ചു. ആ മിററിൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് വെച്ചു മിററിൻ്റെ ഫ്രണ്ടിൽ. ആ ഒബ്ജക്റ്റ് റിഫ്ലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ആ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ പതിയുന്ന തരത്തിലാണെങ്കിൽ, അതായത് ഇമേജ് ദാറ്റ് ക്യാൻ ബി സീൻ ഓൺ ദ സ്ക്രീനിൽ പതിയുന്ന ഇമേജുകളെയാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിയാത്ത ഇമേജുകളെയാണ് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം അത് എഴുതിയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇമേജ് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ഇമേജ് that can be obtained on the screen. Image that can be obtained on the screen is called real image. രണ്ടാമത്തെ ഡോട്ട് എഴുതേണ്ടത് image that cannot be obtained on the screen are called virtual image. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഈ വെർച്വൽ ഇമേജ് ബ്രാക്കറ്റിൽ എഴുതിക്കോണം. ഇൻഫാക്ട് the image appears inside the mirror or on the lens itself. ഇത് ആ ലെൻസിൻ്റെ കാര്യം അവിടെ വരുമ്പോൾ മനസ്സിലാവും. തൽക്കാലം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയി നിങ്ങളുടെ മുഖം നോക്കി, നിങ്ങൾ മുടി ചെയ്യുകയാണ്, അല്ലെ പൗഡർ ഇടുകയാണ്, അല്ലെ പൊട്ട് തൊടുകയാണ്. അപ്പോൾ അങ്ങനെ പൊട്ട് തൊടുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജ് എവിടെയാണ് ശ്രേയ ഫോം ചെയ്യുന്നത്?
മിററിൽ. മിറർ, അതായത് ഇവിടെ മിററാണ്, ഇവിടെ മിററാണ്, ഇവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഇമേജ് വേണ്ട ഈ മിററിൻ്റെ ഉള്ളിലായിരിക്കും ഫോം ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ റിഫ്ലക്ഷൻ നടന്നെന്ന് പറഞ്ഞിട്ട് ഇതേ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിലല്ല എൻ്റെ ഇമേജ് പതിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇമേജ്, അതായത് സ്ക്രീനിൽ പതിയാത്ത ഇമേജുകളെ നമ്മൾ വെർച്വൽ ഇമേജ് എന്നാണ് പറയുന്നത്. ആ വെർച്വൽ ഇമേജ് ആണെങ്കിൽ മിററിൻ്റെ കേസിലാണെങ്കിൽ മിററിൻ്റെ ഉള്ളിലായിരിക്കും ഫോം ചെയ്യുന്നത്. ലെൻസിൻ്റെ കേസിലാണെങ്കിൽ ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാലേ ഇമേജിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജുകളെ നമ്മൾ പൊതുവെ വെർച്വൽ ഇമേജസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയി മുഖം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആയിട്ടാണ് വരുന്നത്. ഇൻസൈഡ് ദ മിറർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ബിഹൈൻഡ് ദ മിറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഹൈൻഡ് എന്ന് പറയുന്നത് മിററിൻ്റെ ഉള്ളിൽ, അല്ലാതെ ഒരു സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനിലൊന്നും അല്ല ആ ഇമേജ് പതിയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെർച്വൽ ഇമേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേച്ചർ പഠിക്കാനുണ്ട്. നേച്ചർ നോക്കിയോ, അതായത് നേച്ചർ ഓഫ് ഇമേജ് formed by a plane mirror. ഒന്നാമത്തേത് നോക്കിക്കോളൂ. ഇമേജ് ഈസ് ഓൾവേസ് വെർച്വൽ. ഇമേജ് വെർച്വൽ, അതായത് സ്ക്രീനിൽ പതിയത്തില്ല. രണ്ടാമത്തേത് ഇമേജ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. ഇമേജ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. അതായത് ഇപ്പം എലിജ ചെന്ന് എന്താ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയിട്ട് മുഖത്ത് പൗഡർ ഇടുകയാണ്. അപ്പം എലിജയുടെ ഇമേജിൻ്റെ തലയും എലിജയുടെ റിയൽ എമിജയുടെ തലയും എന്താണ്, ഒരിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഇമേജ് കാണുന്നത് എന്താ, തല തിരിഞ്ഞാണോ? അതായത് എലിജയുടെ ഇമേജിൻ്റെ തല താഴെയും കാല് മുകളിലുമായിട്ടും ആണോ എലിജ കാണുന്നത്? എലിജ അതായത് ശരിക്കും എലിജയുടെ തല മുകളിലും കാല് താഴെയാണ്. അതേപോലെ തന്നെയല്ലേ മിററിനകത്തും കാണുന്നേ. അതുകൊണ്ട് അങ്ങനെ കാണുന്ന ഇമേജുകളെ നമ്മൾ ഇറക്റ്റ് ഇമേജ് എന്നാണ് പറയുന്നത്. എന്നാൽ ചില ഇപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കോൺകേവ് കോൺവെക്സ് മിററിനകത്ത് ചില നോക്കുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺവെക്സ് മിററിനകത്ത് അല്ലെങ്കിൽ കോൺകേവ് മിററിനകത്തൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ചില ഇമേജുകളൊക്കെ എന്തായിരിക്കും, തല തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക. അതായത് ഇപ്പം നമ്മൾ ആ മിററിനകത്ത് പോയിട്ട് മുഖത്ത് പൗഡർ ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നേരെ തിരിയും. അതായത് നമ്മൾ താഴെ നോക്കി പൗഡർ ഇടേണ്ടി വരും, കാരണം തല നമ്മുടെ താഴെ വരും, കാല് മുകളിലും വരും. ഓക്കെ, അപ്പം ഈ പ്ലെയിൻ മിററിനകത്ത് അങ്ങനെയൊന്നുമല്ല. പ്ലെയിൻ മിററിനകത്ത് ഇറക്റ്റ് ഇമേജാണ്, സ്ട്രെയിറ്റ് ഇമേജാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇമേജ് ഈസ് ഓൾവേസ് ഇറക്റ്റ് എന്ന് പറയാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. അതെന്താണെന്നറിയാമോ? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് റൈറ്റ് ഹാൻഡ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയതായിട്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഇമേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പൊങ്ങിയ പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. പണ്ടൊക്കെ ആംബുലൻസ് എന്ന പേര് തിരിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ആംബുലൻസിൻ്റെ വണ്ടിയൊക്കെ മറ്റേ സൈറനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി അറിയാം ആംബുലൻസ് ദൂരെ നിന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ പണ്ട് ആംബുലൻസ് തിരിച്ചറിയാൻ വേണ്ടി കാരണം നമ്മൾ മിററിനകത്തൂടാണല്ലോ, റെയർ വ്യൂ മിററിനകത്തൂടായിരിക്കും നമ്മൾ പുറകെ വരുന്ന വണ്ടികളെ നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഇപ്പം ആംബുലൻസ് എന്ന് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ മിററിനകത്തൂടെ നോക്കുമ്പം നേരെ തിരിച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ റിയലി എഴുതുന്നത് എങ്ങനെയായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. ആംബുലൻസ് എന്ന് എഴുതുന്നതിന് പകരം ECN ഇങ്ങനെ തിരിച്ചെഴുതും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആംബുലൻസ് എന്ന് കൃത്യം റെയർ വ്യൂ മിററിനകത്തോട് നോക്കുമ്പോൾ വായിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ ഇൻവേർഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡയറക്ഷനിൽ ഇൻവേർട്ട് ചെയ്യുന്നില്ല. ഏത് ഡയറക്ഷനിലാണ്? ഇതേണ്ട ഈ ഡയറക്ഷനിൽ ഇൻവേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവേർഷൻ നടക്കുന്നില്ല. പകരം എന്താണ്, പകരം ഇതേണ്ട ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ഇത് നേരെ തിരിയും, ഇങ്ങനെ തിരിയുന്നുണ്ട്. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ ഇപ്പം കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളാണ് ഒബ്ജക്റ്റ്. നമ്മളും കണ്ണാടിയും തമ്മിലുള്ള ദൂരവും കണ്ണാടിയുടെ അകത്ത് ഫോം ചെയ്യുന്ന ഇമേജും തമ്മിലുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല, പക്ഷേ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇമേജ് സൈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് സൈസ്. Object size. Image size is equal to object size.
അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസ്, ഇമേജ് സൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇമേജ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയിട്ട് നമ്മുടെ ഇമേജ് നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് എത്ര വണ്ണം ഉണ്ടോ അത്രയും തന്നെ വണ്ണത്തിലായിരിക്കും നമ്മുടെ ഇമേജിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇമേജ് സൈസ് ഈക്വൽ ടു ഒബ്ജക്ട് സൈസ്. മറ്റേ പറഞ്ഞത് ഇതാണ്, ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. വാട്ട് ഹാപ്പൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വാട്ട് ഹാപ്പൻസ് if a light ray falls normal to the reflecting surface. Normal to the reflecting surface. അതായത് നോർമലായിട്ട് വന്ന് വീഴുവാണെങ്കിൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈറ്റ് റേ വന്ന് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ആ പടം ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കിയോ. ഇതാണ് മിറർ, ഇതാണ് നമ്മുടെ മിറർ. ഈ മിററിൽ നോർമലായിട്ടൊരു ലൈറ്റ് റേ വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങനെ വന്ന് വീഴുക എന്നർത്ഥം. ഇതുകൊണ്ട് ഇങ്ങനെ വന്ന് വീഴുക, നോക്കി ഇങ്ങനെ തന്നെ വന്ന് വീഴുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ആ ഇമാജിനറി ലൈൻ എങ്ങനെ വരയ്ക്കും? ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് റേ വന്ന വഴി കൂടെ തന്നെ വരയ്ക്കേണ്ടി വരും നോർമൽ. അപ്പോൾ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഇൻസിഡൻറ്റ് റേയുടെയും നോർമലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ രണ്ടും ഒരേ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യും? ലൈറ്റ് ഇവിടെ ഒന്ന് തട്ടിയിട്ട് ഇതേ പാത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താവും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഐയും ആംഗിൾ ആറും 0 ആണ്. ചിലർ 90 ഡിഗ്രി എന്ന് എഴുതി വെക്കും. 90 ഡിഗ്രി അല്ല, നമ്മളെന്താ നേരത്തെ പറഞ്ഞത്, അതായത് ഒരു മിറർ, ആ മിററിൽ ഇങ്ങനെ ലൈറ്റ് റേ വന്ന് വീഴുവാണെങ്കിൽ ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ സർഫസ് ഏതാണോ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. എന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഈ വന്ന് വീഴുന്ന ലൈനാണ് വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് റേക്കും നോർമലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്ടർ റേക്കും നോർമലിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഐ 0 ആണ്, ആംഗിൾ ആറും എന്താണ്? 0 ആണ് ഇവിടെ. കാരണം എന്താ? ഇവിടെ ഇങ്ങനെയല്ല ലൈറ്റ് റേ വരുന്നത്, പകരം എന്താ? ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ തന്നെ വരുവാണ്. ഇങ്ങനെ തന്നെ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ ഇല്ല. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 0. അപ്പോൾ വന്ന വഴി തിരിച്ചു പോയാലേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ആകത്തുള്ളൂ. അപ്പോൾ പടം വരയ്ക്കുമ്പോൾ ഇതേണ്ട ഇങ്ങനെ വരച്ച് ഇട്ടേക്ക് ഇതിൻ്റെ പടം വരയ്ക്കുമ്പോൾ. എന്നിട്ട് താഴോട്ടൊരു കാര്യം കൂടെ എഴുതുക. It retraces its path. It retraces its path because of angle of incidence. Because angle of incidence
incidence is equal to angle of reflection. ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെയാണ്. നോട്ട്സ് എഴുതിയെടുത്തോ. അയ്യോ, ഇവിടെ retraces its path because angle of incidence is equal to 0 ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇല്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 0. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾസോ ഈക്വൽ ടു 0. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾസോ equal to 0. ഓക്കെ, അടുത്ത സ്പെരിക്കൽ മിററിനെ പറ്റി പഠിക്കാം. ഞാൻ പഠിപ്പിക്കുന്നില്ല, നോട്ട് തരാം. പഠിപ്പിക്കുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. നോക്കിയോ, ആ നോട്ട് അങ്ങ് എഴുതിക്കോ. സ്പെരിക്കൽ മിറേഴ്സ്. A spherical mirror is a mirror that has the shape of a piece cut out of a spherical surface. spherical surface എന്താണെന്ന് എഴുതി ഞാൻ പറഞ്ഞുതരാം. spherical surface. There are two types of spherical mirror. Concave mirror and convex mirror. Concave mirror, comma ഇട്ടിട്ട് concave mirror and convex mirror. Concave mirror and convex mirror. എന്നിട്ട് ഒന്നൊന്ന് എഴുതിയിട്ട് കോൺകേവ് മിറർ എന്ന് എഴുതാം. എന്നിട്ട് എഴുതേണ്ടത് എ സ്പെരിക്കൽ മിറർ ഇൻ വിച്ച് outer curved surface is silvered polished. Surface is
silvered polished and the reflection will takes place from inner surface. എഴുതിയോ എലിജ? ഓക്കെ. ഇനിയും ഇതിൻ്റെ ഒരു ഡയഗ്രാം റഫായിട്ടൊന്ന് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് വരയ്ക്കുക, അല്ല താഴോട്ടൊന്ന് വരയ്ക്കുക. അതായത് ഒരു കർവ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ഈ റേ ഡയഗ്രാം അങ്ങ് വരച്ചെടുക്കുക. റേ ഡയഗ്രാം അല്ല, ഈ മിററിൻ്റെ ഡയഗ്രാം അങ്ങ് വരച്ചെടുക്കുക. രണ്ടെന്ന് എഴുതിയിട്ട് കോൺവെക്സ് മിറർ എന്ന് എഴുതുക. എന്നിട്ട് എ സ്പെരിക്കൽ മിറർ ഇൻ വിച്ച് inner surface is silvered polished and the reflection will takes place from outer curved surface, curved surface. എന്നിട്ട് പടം തന്നെ ഇങ്ങനെയും കൂടെ വരയ്ക്കുക. രണ്ടിങ്ങനെ. ഇതാണ് ഇതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇതും കൂടെ വരച്ച് നമുക്ക് നിർത്താം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ?